രാജ്യസഭാ സീറ്റ് നിർണയത്തിലുണ്ടായ അതൃപ്തിയെ തുടർന്ന് RJD ഇടതുമുന്നണി വിടാനൊരുങ്ങുന്നതായി സൂചന. സീറ്റ് നിഷേധിച്ചതോടെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച RJD NDA മുന്നണിയുടെ ഭാഗമായേക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. അതിനിടെ ചില മുതിർന്ന UDF നേതാക്കൾ ശ്രേയാംസ് കുമാറുമായി ചർച്ച നടത്തിയെന്നും വീണ്ടും UDF പാളയത്തിലേക്ക് എത്തിയേക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും രാജ്യസഭാ സീറ്റ് നൽകിയതോടെ RJD LDFിനോട് ഇടഞ്ഞു തുടങ്ങിയിരുന്നു. തങ്ങൾ മുന്നണിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ലെന്നായിരുന്നു RJD പ്രതികരിച്ചത്. 2024 രാജ്യസഭാ സീറ്റ് നൽകുമെന്ന വാഗ്ദാനം മുന്നണി പാലിച്ചില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. കേന്ദ്രത്തിൽ NDA സഖ്യകക്ഷിയായ JDSന് കിട്ടുന്ന പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത്. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല, മുന്നണിയിലേക്ക് ഞങ്ങളെ LDF ക്ഷണിച്ചു വരുത്തിയതാണ്. ഒരേ സമയം ലോക്സഭാ സീറ്റിലും രാജ്യസഭാ സീറ്റിലും മന്ത്രിസഭയിലും RJD തഴയപ്പെടുകയാണെന്നാണ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞത്. ബാക്കിയുള്ളവരും മുന്നണിയുടെ ഭാഗമല്ലേ, ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പ്രശ്നങ്ങൾ മുന്നണിയെ അറിയിച്ചിരുന്നെങ്കിലും പരിഹാരം കാണുന്നതിൽ LDF നേതൃത്വം പരാജയപ്പെട്ടുവെന്നും RJD ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന അതേ പാർട്ടിക്കാണ് സംസ്ഥാനത്ത് LDF മന്ത്രി പദവി നൽകിയത്. അതിൽ മുന്നണി നേതൃത്വത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്നും ശ്രേയാംസ് കുമാർ വിമർശിച്ചു. മന്ത്രിസ്ഥാനം തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അർഹതപ്പെട്ട തങ്ങൾക്കൊഴികെ മുന്നണിയിലെ എല്ലാവർക്കും പദവികൾ കിട്ടുകയും ചെയ്തതായി ശ്രേയാംസ് കുമാർ പറഞ്ഞു. തങ്ങളുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്നും മറ്റുള്ളവരെയെല്ലാം നേതൃത്വം കൃത്യമായി ക്ഷണിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയുണ്ടായ ഒഴിവ് ചൂണ്ടിക്കാട്ടിയാണ് RJD തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്.